നമസ്കാരം. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കാം. ആ എണ്ണയൊന്ന് ചൂടാവുന്നു. അപ്പം ഞാൻ ഇന്ന് തോരനാണ് വെക്കുന്നത്. എൻ്റെ ഈ പയർ എനിക്ക് എന്താ പയറാന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. ഈ പയറാണ് ഇവിടുന്ന് മേടിച്ചതാണ് ഞാൻ. അപ്പോൾ ഈ പയറാണ് ഞാൻ ഇന്ന് തോരൻ വെക്കുന്നത്. ഉണ്ടോ? ഈ പയർ എനിക്ക് ശരിക്കും അറിയത്തില്ല ഇതെന്തോ പയറാണ്. ഞാൻ കണ്ടപ്പം തോരൻ വെക്കാൻ നല്ലതാണ്. ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മേടിച്ചത് ഇത്. അപ്പം നമ്മുടെ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കടുവിടാം. കടുവിട്ട് ഞാൻ 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു കരിയാപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കടുവൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഈ പയർ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരൻ. അപ്പോൾ ഈ പയർ നമുക്ക് അതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമുക്കിതിന് ചേർക്കാം. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചതയ്ക്കണമെങ്കിൽ ഒരു 4 വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചായാലും ചേർക്കാം. 4-5 വെളുത്തുള്ളി ചേർക്കാം. ഇതിവിടെ നോർത്ത് ഇന്ത്യൻ ഉരുളൻ കിഴങ്ങുമായിട്ടാണ് അവരിത് വെക്കുന്നത്. ഉരുളൻ കിഴങ്ങിൻ്റെ കൂടിട്ട് പിന്നെ ചപ്പാത്തിക്ക് അവരുടെ റൊട്ടിക്ക് അവർ സബ്ജി ഉണ്ടാക്കുന്നത്. ഇത് നല്ലതാണ്. ഉരുളൻ കിഴങ്ങിൻ്റെ കൂടെ വെക്കാം. ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങളതിന് ഞാൻ ഒരു ദിവസം അത് വെച്ച് കാണിക്കും. അവർക്ക് തേങ്ങായും ഒന്നും വേണ്ടല്ലോ, നമ്മളെപ്പോഴും തേങ്ങായും യാതൊന്നും വേണ്ട. അപ്പം ഇതൊന്ന് ഇവിടെ ഇരുന്നൊന്ന് ഉപ്പ് ഇട്ട് എല്ലാം ഇട്ട് എടുക്കുക. ഇത് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഈ അടുത്ത പാത്രം തന്നെ ഇട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. വെളുത്തുള്ളിയുടെ അടും. അപ്പം അതും കൂടെ ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കും. ഞാൻ ഇതിനകത്ത് ഒരു ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, ഒരിച്ചിരി ഉപ്പും. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ബീൻസിൻ്റെ കൂട്ടല്ലേ ഇരിക്കുന്നത്, ചിലപ്പോൾ അഥവാ വെന്തില്ലല്ലോ അടച്ചു വെച്ചാൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇതേണ്ട ഇത്രയും വെള്ളം ആ കരിയ അതിനകത്ത് തന്നെ ആ പയറുമൊക്കെ ഇടും. അതിനകത്തോട്ട് ഞാൻ ഇത്രയും പിന്നെ ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ എന്നിട്ട് ഇതൊന്നും ഇളക്കിയിട്ടുണ്ട്. ഇളക്കി നമുക്കിതൊന്ന് തല്ലിപ്പൊത്തി ഇങ്ങനൊന്ന് വെക്കാം. വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പം തേങ്ങയും കൂടെ അങ്ങോട്ട് ഇടാം. അപ്പം നമുക്ക് നമ്മുടെ തോരൻ്റെ അതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം തോരനെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊരു തവിയിട്ടൊന്ന് നമുക്കിതിൻ്റെ ഇതൊന്ന് എടുത്ത് നോക്കാം. ഒരെണ്ണം ഒന്ന് മൂത്തിട്ടുണ്ടോ, വെന്തിട്ടുണ്ടോയെന്ന്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മുറി തേങ്ങ ഞാൻ എന്ത് ചെയ്തു ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലൊന്നും ഞാൻ ഇട്ടില്ല, തേങ്ങയും വെളുത്തുള്ളിയും കൂടെ മാത്രം. അപ്പം അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കൊട്ടിയിടാം. അപ്പം ഞാൻ ആ മൊത്തം തേങ്ങയും ഇതിനകത്ത് ഇട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഇനി നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഇത് നമുക്കൊന്ന് തല്ലി പൊട്ടി ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ തോരൻ്റെ അടുപ്പ് ഒന്നെടുത്ത് നോക്കാം. തോരൻ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. തീ ഞാനൊന്ന് കുറച്ചിട്ടു. അപ്പം പയർ നല്ല കൂട്ടാനാണ്, നല്ല തോരനാണ്. തോരൻ എല്ലാവർക്കും അറിയാം, വെക്കാനും ഒക്കെ എളുപ്പമൊന്നുമാണ്. പക്ഷേ ഞാൻ ഈ പയർ കണ്ടുകൊണ്ട് ഇതൊന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ തോരനെല്ലാം റെഡിയായി. പിന്നെ അപ്പം എല്ലാവരും ഈ പയർ കിട്ടുവാണെങ്കിൽ മേടിച്ച് തോരൻ വെക്കുക. നല്ല രുചിയുണ്ട്, നല്ലതുമാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.